ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗാണ്. ഞാൻ എൻ്റെ സ്നാക്സും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് പ്രയർ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കൽ. അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാം. ഞാനപ്പോൾ ടൈം ടേബിൾ പ്രകാരം ഉള്ള ഓരോ സബ്ജക്റ്റുകളാണ് കേട്ടോ ഞാൻ അന്നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇംഗ്ലീഷ് വായിക്കും. വെച്ചാൽ ഇതൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഇതൊക്കെ ഫുള്ള് വായിച്ച് വരുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും. ഇത് നിങ്ങളെ സെമസ്റ്റർ ബുക്ക് അല്ലേ? അതെ, ഇതിപ്പോ ഇംഗ്ലീഷ് ആണ്. ഒരു ചാപ്റ്ററിന് എത്രയോ പേജുകൾ കണ്ടു. അപ്പൊ ഇതൊക്കെ വായിച്ച് നമ്മൾ ഇതൊക്കെ എന്താണ് ഇതിലത്തെ എക്സസൈസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യുമ്പോൾ നല്ല സമയം എടുക്കും. അപ്പൊ നമ്മള് ഓരോ ദിവസം എല്ലാം വായിക്കും. അതൊക്കെയാണ് ദ ഗസ്റ്റ് ഓഫ് ഓണർ സെക്കൻഡ് ചാപ്റ്റർ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതാണ് സെക്കൻഡ് ചാപ്റ്റർ. ഇത് ഞങ്ങളെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ. എനിക്കിത് കണ്ടപ്പോൾ നമ്മളെ എന്താണ് ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു അലിബാബ പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ട്. അപ്പൊ അതിലുള്ള ബാബേനെ പോലെയാണ് എനിക്കിത് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുള്ള എപ്പോഴും ഒരു സ്റ്റാച്ചു ഉണ്ടാവില്ല അലിബാബ. അപ്പൊ ഇനി ഇന്ന് ഹോംവർക്ക് എന്തൊക്കെയാ? ഹോംവർക്ക് മാത്സ് മാത്രമേ ഉള്ളൂ, പിന്നെ സയൻസ് ഒന്ന് റീഡ് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുക ഇങ്ങനത്തെ ഓരോ ടഫുള്ള ഓരോ ചാപ്റ്ററുകളൊക്കെ വായിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ കുചേല വൃത്തം എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് ആമിക്ക് കുറച്ച് നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ചെറുതായിട്ടൊരു വായിക്കുന്ന പറഞ്ഞത് അങ്ങനെ തന്നെ. പാതിരാവായല്ലോ പത്നി എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കട്ടിയുള്ള ഇതാണ്. ഇപ്പൊ ഈ തവണ മലയാളമൊക്കെ വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാറ് ഡെയിലി വന്ന് വായിച്ചു നോക്കാന്നുള്ളത്. മടക്കി എന്നൊക്കെയുള്ള പറയും. അപ്പൊ എല്ലാരും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഡെയിലി വായിച്ചു നോക്കണം അല്ലേ? അപ്പോഴേ അത് നമുക്ക് റെഡി ആവുള്ളൂ. ആമിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മലയാളം വായിക്കാന്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഡെയിലി വായിക്കുന്നോണ്ട് പ്രശ്നമില്ല. ഞാനെന്ത് ഫസ്റ്റ് തന്നെ എന്തൊന്ന് വായിക്കുകയാണേ. ഇതൊരു 2 തവണ. അപ്പോൾ ഞാനിപ്പോൾ അടുത്തത് വായിച്ച 3 ടോക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്ററിലാണ്. അപ്പം ഇത് ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കുകയാണ്. അപ്പം എൻ്റെ റീഡിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബുക്കൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഹോംവർക്കുകളിലോട്ട് പോവാം. ഇന്നാകെ എത്ര ഹോംവർക്കുള്ള? മാത്സ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം ഞാൻ എങ്ങനെ ഇൻഡു ചെയ്തിട്ട് ഉള്ള ഒറ്റൊരു ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് കാണിച്ചു തരാം. ഹോംവർക്ക് യെസ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 6 ആണ് തുടങ്ങുന്നത്. അപ്പോൾ 6 × 1 6 തന്നെയാണ്. നമുക്ക് 6 തന്നെ എഴുതാം. ഇനി 6 × 3 എത്രയാണ്? 18. അപ്പോൾ 8 ഇവിടെ എഴുതിയിട്ട് 1 അവിടെ ക്യാരി ഓവർ കൊടുക്കാം. ഓക്കെ. ഇനി 2 × 6 12 ആണ്. അപ്പോൾ 12ൻ്റെ കൂടെ ഈ 1 കൂടെ കൂട്ടുമ്പോൾ 13. അപ്പോൾ നമുക്ക് 13 1 13 എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 4ന് 14 എന്നാണ് നമ്മൾ പറയൽ. അപ്പോൾ ആ ഒരു 0 ഇവിടെ കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആ 0 കൊടുത്തു. ഇനി ആ 0 ഇനി നമുക്ക് ഈ 4 കൊണ്ടാണ് ഇതൊക്കെ ഇൻറ്റു ചെയ്യേണ്ടത്. 4 × 1 4, 4 × 3 12 ആണ്. 2 ഇവിടെ എഴുതിയിട്ട് 1 ഇവിടെ തന്നെ ക്യാരി ഓവർ കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് 1 ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഒന്ന് 1 അവിടെ എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് 2 എഴുതി. ഇനി 2 കഴിഞ്ഞിട്ട് നമ്മൾ 4 × 2 8 ആണ്. അപ്പോൾ ഇനി നമ്മൾ 4 × 2ൻ്റെ ഇവിടെ 8 ആണ്. 8ൻ്റെ കൂടെ ഒന്ന് 9 ഒന്ന് ക്യാരി ഓവറിൻ്റെ ഇതാക്കുക. അത് നമ്മൾ ഒന്ന് പ്ലസ് കൊടുക്കുക, ആഡ് ചെയ്യണം. 6 തന്നെയാണ് വരിക. 8 × 4 നമുക്ക് എന്തായാലും 8 × 4 8ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 12 വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു 1 ക്യാരി ഓവർ അവിടെ കൊടുക്കുന്നുണ്ട്. 3 2 + 6 ഞാൻ ക്യാരി ഓവറും കൂടെ കൂട്ടിയിട്ട് 6 ആണ് എഴുതുന്നത്. അത് രണ്ടും 5 ആണ് കേട്ടോ. 1 9 10 ആണ് നമ്മൾ ആൻസർ എഴുതിയിരിക്കുന്നു. ഗൈസ്, ഇന്നത്തെ ഹോംവർക്ക് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കൂടെ ആൻസർ പറഞ്ഞു തന്നു. എന്നാൽ നമുക്ക് ആകെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾക്കും എനിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇനി ഡ്രോയിങ് ക്ലാസ്സിൽ എന്ത് പരിപാടി? ഞാൻ ഡ്രോയിങ് ടീച്ചറാണ് കുട്ടികളെ. അല്ല കേട്ടോ,
ഓക്കെ, ഇത് ഞങ്ങളുടെ ഡ്രോയിങ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയാണ്, ക്രിയേറ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. ഇതാണ് എന്തത് ഫസ്റ്റ് ഞാൻ ഇത് നീ ചെയ്ത, ഇത് ഒറിജിനൽ, ഇത് നീ വരച്ചത് അല്ലേ? ഓക്കെ, വരച്ചത്. പിന്നെ വലിയൊരു ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്രയോൺസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് ക്രയോൺ ആണോ? ഓയിൽ പേസ്റ്റ് ആണ്. ഓയിൽ പേസ്റ്റ്. സോറി മാഡം, എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് ഞാൻ ചെയ്തില്ല. അപ്പൊ നമ്മള് ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു. ഇൻഗ്രീഡിയൻസോ? അതെ, നമുക്ക് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് സ്കെച്ച് കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് സ്കെച്ചിങ് കൊണ്ട് തന്നെയാണ്, കാരണം കളർ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഡ്രോ ദ പിക്ചർ ഷോൺ ഓൺ ദ ഓപ്പോസിറ്റ് പേജ് ആൻഡ് കളർ ഇറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഞാനത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവമൊക്കെ വരച്ച് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കളറിങ് മാത്രം ഒന്ന് കാണിച്ചു പോവുകയാണ്. ഇത് മിസ്സിന് കൊടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓ, ഇത് ആദ്യം അപ്പുറത്ത് ഡ്രോ ചെയ്തിട്ട് വേണമല്ലോ അല്ലേ കളർ ചെയ്യാൻ? ഞാൻ വിചാരിച്ചു നിനക്ക് അവിടെ പിക്ചർ തന്നിട്ടുണ്ട്, അത് ഞാൻ വരച്ച് വെച്ചതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യം വരയ്ക്കണം. ഇതൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പെയിൻറ്റിങ് ഞാൻ സ്കൂളിൽ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലാസ്സിൽ പോയിട്ടാ വരയ്ക്കുക, പെയിന്റ് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ കളേഴ്സൊക്കെ നാളെ കൊണ്ടുപോകണം. ഓക്കെ, ഇത് സ്കെച്ച്. അപ്പോൾ ഡ്രോയിങ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബുക്കൊക്കെ ഒന്ന് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. ആമി രാത്രി തന്നെയാണ് ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുക അല്ലേ? എല്ലാ ടൈം ടേബിളും കറക്റ്റ് എടുത്ത് വെച്ച് റെഡിയാക്കി വെക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ ടേബിൾ ചെയ്യും. എക്സാമിനൊക്കെ നല്ല ഈസി ആയിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് നോർമലായിട്ടൊന്ന് വായിച്ചു പോയാൽ മതി. ഡെയിലി നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ. അതെ, ചാപ്റ്റർ പോലെ ഒന്ന് വായിച്ചു പോയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതൊക്കെ ആമി ഇപ്പൊ കുറച്ച് നാളായിട്ട് ചെയ്യാൻ തുടങ്ങിയതല്ലേ? ആദ്യം ആമിക്ക് ടേബിൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, അതൊക്കെ എങ്ങനെയാ വെച്ചാല് അതൊരു വലിയ കഥയാണ്. കാരണം ഞാനും ഭയങ്കര മടി കാണിക്കുന്ന ഒരാളാണ്, എനിക്ക് നല്ല മടിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താണ്, ഉമ്മച്ചി പറഞ്ഞിട്ട് 2 മാസത്തിൽ ഉമ്മച്ചി പറഞ്ഞു നന്നായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിക്കാൻ സെറ്റാക്കാറുണ്ട്. ഞാൻ ഒന്നും പഠിച്ചില്ല, ഭയങ്കര ലേസി ആയിരുന്നു. എന്നിട്ട് മുന്നത്തെ വർഷം കേട്ടോ, എന്നിട്ട് ആ വർഷം ഞാൻ എൻ്റെ കുറേ എക്സാമിന് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ നന്നായിട്ട് പഠിച്ചിട്ട് പോകും, പക്ഷെ ടെൻഷൻ കൊണ്ട് കുറച്ചൊക്കെ തെറ്റിച്ചിട്ട് വരും. നന്നായിട്ട് അപ്പൊ ആൾക്ക് ടെൻഷനായി. അപ്പോൾ ഭയങ്കര ടെൻഷനായി എനിക്ക്. പിന്നെ 5ലോട്ടല്ലേ പോകുന്നത് എന്നുള്ളൊരു പേടി കൊണ്ടും ഞാൻ ഇതേപോലത്തെ സംഭവം ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് നല്ല അടിപൊളിയാണ്. അതെ, ആദ്യം കുറച്ച് എന്താ പറയാ, അത് ചെയ്യാൻ പറ്റൂല എന്നായിരുന്നു ആമി വിചാരിച്ചോണ്ടിരുന്നത് അല്ലേ? പിന്നെ ഇപ്പൊ ചെറുതായിട്ടൊരു മാത്സിന്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുൾ മാർക്ക് ആയതുകൊണ്ടാണ് കാണിക്കുന്നത് എന്നുള്ളതൊന്നും പറയരുത്. കാരണം എനിക്ക് ഇതിന് മുന്നേ ഭയങ്കര പൊട്ട മാർക്കായിരുന്നു കിട്ടിയത്. അതായത് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി. അതെനിക്ക് ഭയങ്കര നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് നാണക്കേടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാ പഠിക്കുക. പൂജയൊന്നുമില്ല കേട്ടോ, പൂജത്തിന്റെ അടുത്തൊന്നും വരില്ല. തോറ്റിട്ടൊന്നുമില്ല, തോറ്റിട്ടില്ല, ജയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊരു പൊട്ട മാർക്ക് പോലെ തോന്നിയത്. അപ്പൊ ഞാൻ എടുത്തിട്ട് ഞാൻ പഠിച്ചതാണ് മാത്സില് 10. അപ്പം എല്ലാ സബ്ജക്റ്റും പിന്നെ ആമിക്ക് കുറച്ച് പേടിയായതുകൊണ്ട് ഇപ്പം കുറച്ചുകൂടെ നോക്കാറുണ്ട് അല്ലേ? പേടിയൊന്നുമില്ല, നമ്മൾ സ്ട്രോങ് ആണ്. പിന്നെ ഓരോന്നും വെച്ചിട്ടുണ്ട്, ബെൽറ്റ്, ടൈ, ഐഡി കാർഡ്, അങ്ങനെ ഞാൻ എപ്പോഴും വെക്കലുണ്ട്. അപ്പം അതേപോലെ ഞാൻ വെച്ച് ബാഗെല്ലാം വെച്ച് എന്നിട്ടാണ് ഞാൻ ഉറങ്ങാനൊക്കെ പോലെ. രാവിലത്തേക്ക് ആമീന്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് ഇടാനുള്ള ബ്രേസ്ലെറ്റ് വെച്ചിട്ട് അപ്പം എല്ലാ കാര്യങ്ങളും രാത്രി ടൈം ടേബിള്, യൂണിഫോം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലേ? അപ്പോൾ പുതിയ നല്ല സ്റ്റഡി വ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.